ഹലോ. ഇന്ന് രാവിലെ എണീച്ചപാട് 3 പേരെയും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ 3 പേരും 3 പണിയിലാട്ടോ പുറത്ത്. രാവിലെയാണെങ്കിൽ അച്ഛൻ മുറ്റൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടിരുന്നു. അച്ഛനാണെങ്കിൽ വീട്ടിൽ വന്ന് കഴിഞ്ഞ് വെറുതെ ഇരിക്കാറില്ല. എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മയാണെങ്കിൽ അതൊക്കെ കോരി കളയുന്നുണ്ടായിരുന്നു. ഒരാൾ കിടന്നുകൊണ്ട് എഴുതുന്നുണ്ടായിരുന്നു ട്ടോ. അമ്മയാണെങ്കിൽ കുറേ ചീത്ത പറഞ്ഞു. "ഇതെന്താ മുറ്റം ഇങ്ങനെയൊക്കെ കിടക്കുന്നു" പറഞ്ഞിട്ട് രാവിലത്തെ ചീത്തയാട്ടോ ഇന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വാതിലൊക്കെ പൂട്ടി ടൗണിലേക്ക് ഇറങ്ങി. വേറെ ഒന്നുമല്ല, തേജുവിന് മുടിയൊന്ന് വെട്ടിക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഇറങ്ങി. ഉച്ചയാകുമ്പോഴത്തേക്കും വരാമെന്ന് വിചാരിച്ചിട്ട്. ആ വഴി നേരെ അമ്മയും അച്ഛനും വീട്ടിലേക്കും പോകും. അങ്ങനെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി ബത്തേരി എത്തി. ബത്തേരി ഇങ്ങനെ കട തിരഞ്ഞ് നടന്നു കേട്ടോ. അപ്പോഴാണ് ഒരു കട കണ്ടുപിടിച്ചത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ കടകൾ അവധിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരാൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തേജുവിനെ വെട്ടിക്കാൻ വേണ്ടി ഇരുത്തി ട്ടോ. തേജു ആണെങ്കിൽ അടങ്ങിയിരിക്കാറേയില്ല മുടി വെട്ടാൻ പോയാൽ. എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ വെട്ടുന്ന ഏട്ടൻക്ക് നല്ലോണം പണി ഉണ്ടാക്കി കൊടുത്തു ട്ടോ. 15 മിനിറ്റിൻ്റെ പണി അവൻ അരമണിക്കൂറാക്കി നീട്ടിക്കൊടുത്തു ട്ടോ. അങ്ങനെ അവൻ്റെ മുടി ഏകദേശം സെറ്റാക്കി വെട്ടി തന്നു ട്ടോ. കാര്യം അവൻ്റെ സ്കൂളിൽ ഈ ഒരു ഹെയർ കട്ടാ പറ്റുള്ളൂ. അവൻ്റെ മുഖത്തിന് ചേരുന്നതും ഇതാണ് ട്ടോ. ഇങ്ങനെ ഞങ്ങൾ കൂടുതലും വെട്ടാറ്. അവന് ഭയങ്കര സന്തോഷമായി ട്ടോ വെട്ടിയപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് അവനൊരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങണമായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു ഷോപ്പിലേക്ക് പോയി. ഷോപ്പിലേക്ക് പോയപ്പോൾ വെറൈറ്റി പാത്രങ്ങൾ കണ്ടു ട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പോകും. ഓരോ മോഡൽ കാസ്ട്രോളും എന്താ പറയുക, ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ മേടിച്ച് വരുമ്പോഴാണ് കുറേ കുപ്പിവള സെറ്റുകളുണ്ട്. ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവന് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്ക് കയറി. അങ്ങനെ അവന് മുട്ട പപ്സും ചായയൊക്കെ മേടിച്ചു കൊടുത്ത്. കഴിക്കുമ്പോൾ കണ്ടില്ല എന്നെ ഒരു നോട്ടം, വേറെ ഒന്നുമില്ല, അവനെ ഞാൻ 2 ചീത്തയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.